കടൽ തീരത്ത് ഇളവയിൽ ഏൽക്കുകയായിരുന്നവർ എല്ലാ പ്രണയിതാക്കളെയും പോലെ കൈകോർത്ത്. പിന്നിൽ മണൽത്തരികൾ ഞെരിയുന്ന ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ തന്നെ അറിഞ്ഞു അഖില. മണൽത്തരികളെ ഇത്രയും നോവിക്കാതെ നടക്കാൻ അവൾക്ക് അറിയും. അക്കു എന്താ ലേറ്റായത് എന്ന് മിയ തിരിഞ്ഞു നോക്കാതെ തന്നെ ചോദിച്ചു. അതുകൊണ്ടാണ്. കടൽ തീരത്ത് അടുക്കിയിട്ട വലിയ കരിങ്കല്ലുകളിലൊന്നിൽ ഋഷിയോട് പറ്റിച്ചേർന്ന് ഇരിക്കുകയായിരുന്നവൾ. ഞാൻ ലുലുമാൾ വരെ ഒന്ന് പോയി. മിയക്കരികിൽ ഇത്തിരി സ്ഥലത്ത് ഒതുങ്ങിയിരുന്നവൾ പറഞ്ഞു. അവളുടെ കയ്യിലെ കവർ അവർ ശ്രദ്ധിച്ചത് അപ്പോഴാണ്. ഇതെന്താ ഇത് എന്ന് മിയ ബഹളം കൂട്ടുമ്പോഴും ഹാപ്പി ബർത്ത്ഡേ ഋഷി എന്ന ആശംസകളോടെ അഖില അത് ഋഷിയുടെ കൈകളിലേക്ക് സമർപ്പിച്ചു. പൊടുന്നനെ അന്തരീക്ഷം മ്ലാനമായി. മിയ നിശബ്ദയായി അവളെ നോക്കിയിരുന്നു. ഋഷിയും. അസ്തമയ സൂര്യന്റെ ചെങ്കതിരുകൾ സ്വർണ്ണവർണ്ണം ചാർത്തി അവളുടെ മുഖത്തേക്ക് ഋഷി ഉറ്റുനോക്കി. പിന്നെ കയ്യിലെ ഗിഫ്റ്റ് ബോക്സിലേക്കും. താൻ പോലും മറന്ന തൻ്റെ ബർത്ത്ഡേ അഖില ഓർത്തു വെച്ച അത്ഭുതം അവൻ്റെ മുഖത്ത് തിങ്ങി. ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ വിട്ടുപോയി. അവൻ്റെ ശബ്ദം അവനിലെ ആഹ്ലാദം വെളിപ്പെടുത്തുന്നതായിരുന്നു. അതൊക്കെയുണ്ട്, ഋഷി ഒരിക്കൽ പറഞ്ഞിരുന്നു. മറന്നുപോയല്ലേ എന്നൊരു ചോദ്യത്തിൽ അവൾ മറുപടി ഒതുക്കി. ഞാൻ ഓർത്തോർത്തിരുന്ന് മറന്നു. മിയയുടെ ശബ്ദത്തിൽ കുറ്റബോധമുണ്ടായിരുന്നു. അഖിലയുടെ ഗിഫ്റ്റ് അവൾ അലോസരപ്പെടുത്തി. ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് തന്നോട് സൂചിപ്പിക്കാമായിരുന്നു. പ്രണയിക്കുന്നവൻ്റെ മുമ്പിൽ ചെറുതാവാൻ ഒരു കാമുകിയും ആഗ്രഹിക്കില്ലല്ലോ. പകരം അഖിലയോടുള്ള പരിഭവം ഉള്ളിലിട്ട് അവൾക്ക് മുമ്പിൽ വെച്ച് മനഃപൂർവ്വം തന്നെ മിയ ഋഷിയുടെ ചുണ്ടിൽ ചുംബിച്ചു. ഹാപ്പി ബർത്ത്ഡേ ഋഷി. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവൾ ആശംസിച്ചു. ഇങ്ങനെയൊരു ഗിഫ്റ്റ് അതവൾക്ക് കൊടുക്കാനാവില്ലല്ലോ. അഖില ആ കാഴ്ചയിൽ നിന്ന് മുഖം തിരിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ അവളുടെ പ്രണയബന്ധത്തിനിടെ അത്തരം നിരവധി കാഴ്ചകൾക്ക് അവൾ സാക്ഷിയായിട്ടുണ്ട്. പലപ്പോഴും അവരുടെ പ്രണയ സല്ലാപങ്ങൾക്ക് ഒരു മറയായിരുന്നവൾ. ഒരു തിരശീല പോലെ അണിയറയിൽ അവരെ അവൾ സംരക്ഷിച്ചു. പരിചിതരായ ആരെ കണ്ടാലും ഋഷിയുടെ കൈ പിടിച്ച് അവൻ്റെ കാമുകിയായി നടിച്ച് ആമിയെ രക്ഷപ്പെടുത്തുന്നു അവളുടെ ചുമതലയായിരുന്നു. അതുകൊണ്ട് സദാ അവർക്ക് ചുറ്റും അവളുടെ നിഴൽ വീണു കിടന്നിരുന്നു. നിനക്കൊരു പ്രണയം വേണ്ടേയെന്ന് ഋഷി പോലും അവളോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പ്രണയിക്കുന്ന ഇഷ്ടമല്ല. എന്തിനാ വെറുതെ നിങ്ങളെപ്പോലെ വീട്ടുകാരെ ഭയന്ന്? എപ്പോഴും എല്ലാവരോടും അവളോട് പ്രണയം പറഞ്ഞവരോടും യാചിച്ചവരോടും എനിക്കത് ഇഷ്ടമല്ലെന്ന് തന്നെ പറഞ്ഞു. നഗരമധ്യത്തിലായിരുന്നു അഖിലയുടെ വീട്. ഒരു വലിയ ഇരുനില വീട്. അതിനുള്ളിൽ ഏറ്റവും ചെറിയ ജീവിതമായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. ആഴ്ചകൾ തോറും പുതുതായി വാങ്ങിക്കൂട്ടുന്ന കുറേ പുസ്തകങ്ങളും എണ്ണമറ്റ സിനിമ DVD-കൾക്കുമിടയിൽ മാത്രം അവൾ തന്നെ കുരുക്കിയിട്ടിരുന്നു. മാസത്തിലൊരിക്കൽ ഷോപ്പിങ്ങിന് പോയി കുറേ കുർത്തികളും ലെഗിൻസും പൗഡറും ഷാമ്പുവും ചെരുപ്പൊക്കെ വാങ്ങുന്നതാണ് അവൾ നടത്തുന്ന ഏക ഷോപ്പിംഗ്. അതിനപ്പുറം ആ വീട്ടിൽ നിന്നിറങ്ങിയാൽ എല്ലാ സമയവും അവൾ മിയക്കൊപ്പമായിരിക്കും. അതിൽ പാതി സമയവും ഋഷിക്കും മിയക്കും ഒപ്പം. അന്ന് രാത്രി ഋഷി അവൻ്റെ വീട്ടിലെത്തുമ്പോൾ അവനുള്ള സർപ്രൈസ് മിയ ഒരുക്കി വെച്ചിരുന്നു. അഖിലയെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ. അതിലുപരി ഋഷിയെ സന്തോഷിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുകയും വേണമായിരുന്നു അവൾക്ക്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ഋഷി പരിഭ്രമിച്ചു. മിയക്കും അവനും മാത്രമായിരുന്നു അതിൻ്റെ താക്കോൽ വെക്കുന്നതോട് അറിയാമായിരുന്നു. ജാഗ്രതയോടെ വാതിൽ കടന്നപ്പോൾ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു. ദേഹത്തേക്ക് വന്നു വീണത് വർണ്ണ ബലൂണുകൾ പൊട്ടിച്ചെതിറിയ കഷ്ണങ്ങളും അലുക്കുകളുമാണ്. തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ പാടിക്കൊണ്ട് കൂട്ടുകാരൊന്നിച്ച് അടുത്തേക്ക് വന്നു. അവർക്കിടയിൽ കുറച്ചു മുമ്പേ യാത്ര പറഞ്ഞു പോയ മിയയും നിൽപ്പുണ്ടായിരുന്നു. അവളെ തന്നോട് ചേർത്ത് പിടിച്ച് താങ്ക് യു പറഞ്ഞപ്പോൾ ഋഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ ഒരു ഉത്സവമായിരുന്നു മിയ ഒരുക്കിയത്. ഋഷി ഒരിക്കലും മറക്കാനിടയില്ലാത്ത പിറന്നാളാവണം അതെന്ന വാശിയോടെ അവൾ ഓടി നടന്ന് ബിയറും കേക്കും മധുരപാനീയങ്ങളും ദം ബിരിയാണിയൊക്കെയായി ആഘോഷങ്ങൾ പാതിരാവ് വരെ നീണ്ടു. മിയ അവിടെ വീടുമ്പിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ 12:30 വീട് മുഴുവൻ ആഘോഷങ്ങളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടന്നിരുന്നു. ഇത്ര വലിയൊരു ബർത്ത്ഡേ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വിദേശത്തുള്ള മാതാപിതാക്കൾ പോലും ആ ദിനം മറന്നുപോകാറായിരുന്നു പതിവ്. ഇത്ര ഗ്രാൻഡായി ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണോ പിറന്നാൾ ദിനം? ഋഷി ഓർത്തോർത്ത് വിസ്മയിച്ചു. ഇത്രയേറെ അവിസ്മരണീയമായ ഒരേ ഒരു ദിനം ഇന്നാണെന്ന് തോന്നി. മിയക്ക് നന്ദി. കഴിഞ്ഞ 5 വർഷവും അവൾ ഈ ദിനം മറന്നുപോയിട്ടുണ്ടെങ്കിലും പിന്നെ എങ്ങനെ ആഗ്രഹിച്ച് കണ്ടുപിടിച്ചു? FB അക്കൗണ്ട് പണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തതിനാൽ നോട്ടിഫിക്കേഷൻ ചെല്ലാനിടയില്ല. സത്യത്തിൽ ഇന്നത്തെ ഈ സന്തോഷം അവൾ തന്നല്ലേ അഖില. ഒരു നിഴൽ പോലെ 5 വർഷം കൂടെ ഉണ്ടായിട്ടും താൻ അവളെ കണ്ടിട്ടില്ല. നിഴലുകൾക്ക് മുഖമോ രൂപമോ വ്യക്തമായിട്ടുണ്ടാവുകയില്ല. എപ്പോഴും കൂടെയുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കാറുമില്ല. മിയയുടെ ഉജ്ജ്വല സൗന്ദര്യത്തിനു മുമ്പിൽ ഒരു സാധാരണ കന്നടക്കാരി പെൺകുട്ടിയുടെ സാന്നിധ്യം
ഒരിക്കലും എടുത്ത് കാണിക്കുന്നതായിരുന്നില്ല. അവൾക്കും പിറന്നാളുകൾ ഉണ്ടായിരുന്നു. താൻ അതേക്കുറിച്ച് ചിന്തിച്ചുകൂടിയില്ല. ഷവറിനടിയിൽ നിന്നപ്പോഴേക്ക് താൻ അവളെക്കുറിച്ച് തന്നെയാണല്ലോ ചിന്തിച്ചെന്ന് ഋഷി അത്ഭുതപ്പെട്ടു. ഉറക്കറ വേഷങ്ങളണിഞ്ഞ് കിടക്കയിലേക്ക് ചാഞ്ഞപ്പോൾ വെറുതെ മൊബൈൽ ഗാലറി എടുത്തു നോക്കി. എത്രയെത്ര ഫോട്ടോകൾ തനിക്കും മിയക്കുമൊപ്പം ഒന്നിച്ച് നിൽപ്പുണ്ടവൾ. ചുരുളൻ മുടി ഒതുക്കി വെക്കാതെ കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ച് പുരികങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു പൊട്ട് വെച്ച് ഓരോ ഫോട്ടോയിലും ഒരു അനാവശ്യ കഥാപാത്രമെന്ന ബോധ്യത്തോടെ സ്വയം നഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോഴാണ് അവളെ താൻ ശ്രദ്ധിക്കുന്നത്. അനുസരണ തീരെയില്ലാത്ത ആ മുടിയിഴകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചതുരക്കണ്ണട അവൾക്കൊരു ഗൗരവക്കാരിയുടെ പ്രതിച്ഛായ നൽകുന്നുണ്ട്. അതിനുള്ളിലെ നീളൻ കണ്ണുകളിലെ കരിമഷിക്കറുപ്പിന് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട്. നിരതെറ്റാത്ത പല്ലുകൾ പ്രദർശിപ്പിച്ച ചിരിക്കും അവളിലേക്ക് അടുപ്പം കൂട്ടുന്ന ഒരു ഭാവമുണ്ട്. എന്തോ അപ്പോൾ അഖിലയെ വിളിക്കണമെന്ന് തോന്നി. മീയെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാനല്ലാതെ ഒരിക്കലും ഒരു ആവശ്യത്തിന് അഖിലയെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാവണം കോൾ എടുത്ത പാടെ. ഋഷി, അവൾ ഉറങ്ങാൻ കിടന്നു. പേടിക്കണ്ട, ലേറ്റായതിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. അവൾ പറഞ്ഞ നുണകളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് എല്ലാവരും എന്നവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മീയെക്കുറിച്ചറിയാൻ താൻ ടെൻഷനിലാണെന്ന് കരുതിയിട്ടാവണം വാക്കുകളിൽ ആശ്വസിപ്പിക്കുന്ന ഭാവം. മീയെ വിളിച്ചിരുന്നോ? എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഋഷി ചോദിച്ചത്. ഉവ്, ഇപ്പം കട്ട് ചെയ്തേ ഉള്ളൂ. നല്ല സ്വരമാണ് അഖിലയുടേതെന്ന് ഋഷി ഒരു കണ്ടുപിടുത്തം കൂടി നടത്തി. അതീവ സുന്ദരിയാണെങ്കിലും പരിക്കൻ ശബ്ദമാണ് മിയക്ക്. തന്നെ പാർട്ടി കണ്ടില്ല, അതാ ഞാൻ വിളിച്ചത്. മടിച്ചാണുള്ളിൽ ഋഷി പറഞ്ഞത്. പാർട്ടി ഉണ്ടായിരുന്നല്ലേ? മിയ എന്നോടൊന്നും പറഞ്ഞില്ല, വിട്ടുപോയതാവും. അവളുടെ വാക്കുകളിൽ കുറ്റപ്പെടുത്തൽ തെല്ലുമുണ്ടായില്ല. തൻ്റെ ബർത്ത്ഡേ അറിയാൻ അഖില വേണ്ടി വന്നതിന് മിയക്കുണ്ടായ വിരോധം തീർത്താണെന്ന് തനിക്ക് അവൾക്കും അറിയാം. തന്നെ സംബന്ധിച്ച സകലതിനോട് സ്വാർത്ഥയാണ് മിയ. അവൾക്ക് ഋഷിക്ക് അഖില അവൾക്ക് മുമ്പേ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് തെല്ലു ഇഷ്ടപ്പെടില്ലല്ലോ. അത് വിട്ടുപോയതാവും എന്ന് തന്നെ ഋഷി അവളെ ആശ്വസിപ്പിച്ചു. അഖിലയുടെ സാന്നിധ്യമില്ലാതെ ഒന്നും പൂർണ്ണമായിരുന്നില്ല. ഞങ്ങൾക്കിടയിൽ എന്നും താനുണ്ടായിരുന്നല്ലോ. ഇല്ലായ്മകൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. എന്തിന് താനിതൊക്കെ പറയുന്നുവെന്ന് ഋഷി തന്നെ അത്ഭുതപ്പെട്ടു. എന്നിട്ടും കൂടെയുള്ളപ്പോൾ കണ്ണിപ്പെട്ടില്ലെങ്കിലും എന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു. ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് അവൻ സംഭാഷണം അവസാനിപ്പിച്ചു. അപ്പോഴാണ് അവൾ തന്ന ഗിഫ്റ്റ് തുറന്നു നോക്കിയില്ലല്ലോ എന്ന് ഓർത്തതും. ചുവന്ന റിബണിട്ട് കെട്ടിയ ബോക്സ് തുറന്നപ്പോൾ അതിനകത്തൊരു റെയ്ബാൻ്റെ കണ്ണടയായിരുന്നു. കഴിഞ്ഞ ദിവസം തൻ്റെ റെയ്ബാൻ കടൽ തിരയേറ്റു വാങ്ങിക്കൊണ്ടുപോയിരുന്നു. അതിലേറെ വിലപിടിപ്പുള്ള ഒന്നാണ് അവൾ സമ്മാനിച്ചത്. എന്തുകൊണ്ടും അത് കണ്ണുകൾക്ക് മീതെ വെച്ചാണ് ആ രാത്രി ഋഷി ഉറങ്ങിയത്. അഖില വാങ്ങിയതുകൊണ്ടാവും അത് മിയക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്ന് തന്നെ അതിനേക്കാൾ വിലപിടിച്ച മറ്റൊന്ന് വാങ്ങി അവൾ ഋഷിക്ക് സമ്മാനിച്ചു. ഇനി അതല്ലാതെ താൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഋഷിക്കറിയാം. തൻ്റെ റൂമിലെവിടെയോ പൊടി പിടിച്ച് കിടക്കുന്ന ആ റെയ്ബാൻ്റെ ഓർമ്മകൾ ഇനി മിയയെ സന്തോഷിപ്പിക്കും. തന്നേക്കാൾ വളരെ സൗന്ദര്യം കുറഞ്ഞവളെന്നൊരൊറ്റ ചിന്തയാണ് ഇത്രനാൾ തങ്ങൾക്കിടയിൽ അഖിലയെ പിടിച്ചു നിർത്താൻ മിയയെ പ്രേരിപ്പിച്ച്. അഖിലയാവട്ടെ ഒരിക്കലും അവൾ വരച്ചിട്ട് ലക്ഷ്മണരേഖ താണ്ടി പുറത്തു വന്നിട്ടില്ല, ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതല്ലാതെ. പിന്നീടുള്ള 2 ദിവസം അഖിലയെ കാണാതിരുന്നപ്പോൾ മിയ അവളെ ഒഴിവാക്കിയതാവുമെന്നാണ് ഋഷി കരുതിയത്. പക്ഷേ മിയക്ക് അവളെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല. അവളെ പരിചയമാക്കിയിട്ടാണ് തൻ്റെ പ്രണയത്തിൻ്റെ അങ്കത്തട്ടിൽ അവൾ 18 അടവും പയറ്റുന്നത്. അഖിലയെപ്പോലെ അവളുടെ താളത്തിനൊപ്പിച്ച് തള്ളാൻ ഒരുത്തിയും തയ്യാറാവില്ല. അവൾക്ക് പനിയാ, അന്ന് കോളേജിൻ്റെ ഇടനാഴിൽ വെച്ച് മിയ പറഞ്ഞു. അവൾ വരാതെ ഞാൻ എവിടേക്കുമില്ല, ആരെങ്കിലും കണ്ട. പനിച്ചു കിടക്കുന്ന കൂട്ടുകാരിയെ കാണാൻ മിയ പോകണമെന്ന് പറഞ്ഞുമില്ല. പക്ഷെ തനിക്ക് പോകണമെന്ന് ഋഷിക്ക് തോന്നി. ചിലപ്പോൾ നിഴലുകൾക്ക് യഥാർത്ഥ ശരീരങ്ങളെക്കാൾ വ്യക്തതയേറും. ഋഷി ചെല്ലുമ്പോൾ അഖില കിടക്കുകയായിരുന്നു. മുകൾ നിലയിൽ അവളുടെ ചിട്ടയായി ഒതുക്കി വെച്ച മുറി. കുഞ്ഞി കിടക്കുക, അങ്ങോട്ട് ചെന്നോളൂ എന്ന് വേലക്കാരി ത്രേസ്യാമ്മ പറഞ്ഞു. എത്രയോ വട്ടം മിയക്കും ഋഷിക്കും അവർ വെച്ച് വിളമ്പിയിരിക്കുന്നു. കോളേജ് പഠനം അവസാനിച്ചൊരു ജോലി കിട്ടിയാലുടൻ ഋഷി മിയെ വിവാഹം ചെയ്യുമെന്ന് അഖില അവരോട് മുമ്പേ പറഞ്ഞിരുന്നു. ഋഷി പടികൾ കയറി. അപ്രതീക്ഷിതമായി ഋഷിയെ കണ്ടപ്പോൾ അഖില അത്ഭുതപ്പെട്ടു. അവൻ്റെ കൂടെ മിയ ഉണ്ടാകുമെന്ന ചിന്തയിൽ മിഴികൾ പുറത്തേക്ക് നീണ്ടു. ഞാൻ തനിച്ചാ വന്ന്. അവൾ എഴുന്നേൽക്കും മുമ്പ് ഋഷി കിടക്കയിൽ അവൾക്കടുത്തേക്ക് ഇരുന്ന്. പനി കുറഞ്ഞോ എന്ന് സമ്മതമില്ലാത്തന്നെ നെറ്റിൽ കൈവച്ച് നോക്കി, പിന്നെ കഴുത്തിൽ. പിന്നെ അവൾ പ്രതീക്ഷിക്കാതെയും അവളുടെ ചെറുത്തുനിൽപ്പ് ബലമായി തടഞ്ഞുകൊണ്ടും അവളുടെ ആധരങ്ങളിൽ ചുംബിച്ചു. നിന്നെ മനസ്സിലാവുന്ന എനിക്ക്, അവളൊന്നടങ്ങിയപ്പോൾ ഋഷി അവളുടെ ചെവിയിൽ പറഞ്ഞു. പിന്നെ ഇരുവരും തീർത്തും രംഗബോധങ്ങളില്ലാത്ത രതിയുടെ ചുഴികളിലേക്ക് ചെന്ന് വീണു. ഉടലുകൾ തമ്മിൽ പിണങ്ങി നിലയില്ലാക്കയത്തിൽ ശ്വാസം കിട്ടാതെ കിതച്ച്. ഇതിനൊടുവിൽ സർവ്വസാധാരണമായ ഒരു കരച്ചിൽ ആവശ്യമില്ല.
നിറയാൻ തുടങ്ങി അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് ഋഷി പറഞ്ഞു, നീ എന്നെയും ഞാൻ നിന്നെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഇത് ആവർത്തിക്കരുത്, അഖില യാചിച്ച്. ഇത്രനാൾ നമുക്കിടയിൽ ഉണ്ടായിരുന്ന തിരശ്ശീല അങ്ങനെ തന്നെ നിൽക്കട്ടെ. മീയെ ഓർത്ത് എൻ്റെ ഹൃദയം തകർന്നു പോകും. ഇപ്പം തന്നെ അത് വിണ്ടുകേറി കഴിഞ്ഞു. വിതുമ്പുന്ന അവളെ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മീയെക്കുറിച്ചോർത്ത് ഋഷിയും വേദനിച്ചു തുടങ്ങി. എന്തിനായിരുന്നു ഈ കഴിഞ്ഞ നിമിഷങ്ങൾ? ഒന്നും വിചാരിച്ചല്ല വന്ന്, പക്ഷേ സംഭവിച്ചു പോയി. തന്നിലും അഖിലയിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാനല്ലാതെ ഒരനുഭൂതിയും ഈ സമാഗമം കൊണ്ട് കഴിഞ്ഞതേയില്ലല്ലോ. മീയെ അപ്പോൾ തന്നെ കാണണമെന്ന് തോന്നി. മൗനമായിട്ടെങ്കിലും ആ മുഖത്ത് നോക്കി കുറ്റമേറ്റ് പറഞ്ഞേ തീരും. പക്ഷേ മീ ആ ക്ഷണം നിരസിച്ചു. അഖിലയില്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല, അറിയാലോ. വീട്ടിലിതറിഞ്ഞാൽ എല്ലാം തീർന്നു. നിനക്കൊരു ജോലിയാകും വരെ ഇതിങ്ങനെ കൊണ്ടുപോയേ പറ്റൂ. നിന്റെ വീട്ടുകാരുണ്ടാക്കിയ പണത്തിൻ്റെ ആനുകൂല്യം പറ്റി ജീവിക്കാൻ എനിക്ക് വയ്യ. അവൾ പിന്നൊന്നും കേൾക്കാനും നിന്നില്ല. അവൾക്കെന്നും സ്വന്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതിനോടെല്ലാം ഋഷിക്ക് ബഹുമാനവുമായിരുന്നു. അഖിലയുടെ പനി ഒരാഴ്ച കൂടി നീണ്ടു. ആ 7 ദിവസവും ഋഷി അവളുടെ വീട്ടിലേക്കെത്തി. വരുതെന്ന് അഖിലയും ഇനി വരില്ലെന്ന് ഋഷിയും പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. മിയ ഇതറിഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അവരെ ഭയപ്പെടുത്തി. ഒരുവളെ പ്രണയിക്കുകയും അവളുടെ കൂട്ടുകാരിക്കൊപ്പം ശയിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഋഷി കഠിനമായി വേദനിച്ച്. ഒരു സംരക്ഷണ കവചമായി തന്നെ വിശ്വസിച്ച മിയെക്കുറിച്ചോർത്ത് അവളും വേദന തിന്നു. പക്ഷെ അവർ ഒരുമിച്ചപ്പോഴൊക്കെ അവർ തീവ്രമായി പ്രണയിച്ചു, ദീർഘമായി ചുംബിച്ചു. പനിച്ചൂടിനേക്കാൾ ഇരട്ടി ഇരട്ടി ചൂട് പിടിച്ച ശരീരങ്ങൾ പരസ്പരം എല്ലാം തിരഞ്ഞു. കുഞ്ഞിത് ചെയ്യുന്ന ഒട്ടും ശരിയല്ല. അവൾ രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ചെന്നപ്പോൾ ത്രേസ്യാമ്മ ശാസിച്ചു. ദൈവത്തിന് നിരക്കായിക ആയിപ്പോയി. അവരുടെ വെറുപ്പ് അവളെ കുത്തിനോവിച്ചു. മിയ ഇതറിഞ്ഞാലുണ്ടാവുന്ന പ്രത്യാഖ്യാതം അവളെ നടുക്കി. പിറ്റേന്ന് ഋഷി വന്നപ്പോൾ അവളതെല്ലാം പറഞ്ഞു അവൻ്റെ നെഞ്ചിൽ തലവെച്ച് വിങ്ങി. എനിക്കും ഭയമുണ്ട്, പക്ഷേ അവൻ ഇതിലകപ്പെട്ടു പോയി എന്നവൾ ഉരുകി. താൻ അഖിലെ ഇതിലകപ്പെടുത്തിയെന്ന് ഋഷിയും തപിച്ചു. അവൾ തന്നെ പെടുത്തിക്കളഞ്ഞെന്നും അവൻ തന്നെ കുടുക്കിലാക്കിയെന്നും അവർ തിരിച്ചും മറിച്ചും ചിന്തിച്ച്. എന്നിട്ടും അവർ പിന്നെയും ആ നിലയില്ലാ കയത്തിലേക്ക് വഴുതി. ഋഷിയുടെ ബാഗ് നിറയെ ചുവന്ന കുപ്പിവളകൾ ഉണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങുകയും ചെയ്തു. ഈ പാപബോധം മറികടക്കുകയാണ് ഞാൻ, ഋഷി പറഞ്ഞു. അവൻ പോകുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും തൻ്റെ കയ്യിൽ അണിയിക്കുമെന്ന് അവൾ കരുതി. അതുണ്ടായില്ല. അവൾ വീണ്ടും കോളേജിലെത്തിയപ്പോൾ മീ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച്. ഇന്ന് നമുക്ക് ഋഷിയുടെ കൂടെ BC പോകണം, മാളി കയറണം, ലോകം മുഴുവൻ ചുറ്റാൻ തോന്നും, നീ വന്നല്ലോ. അവളുടെ സന്തോഷം അഖിലയെ കരയിച്ചു. അവൾക്ക് മുമ്പിൽ ഇനി ഒരിക്കലും പഴയ അഖില ഇല്ലല്ലോ എന്ന് അവൾ നൊമ്പരപ്പെട്ടു. ഋഷിക്ക് ഭാഭേദമൊന്നും ഉണ്ടായില്ല. പഴയതുപോലെ അഖില എന്ന നിഴലിനെ പാടെ വിസ്മരിച്ചും ശ്രദ്ധിക്കാതെയും അവൻ മീയക്കൊപ്പം സമയം ചെലവഴിച്ചു. അവൻ മീയയുടേത് മാത്രമാണെന്ന് കഴിഞ്ഞ 5 വർഷത്തെ പോലെ തന്നെ അവൾ രഹസ്യമായി വേദനിച്ചു. അവളേക്കാൾ 1000 ഇരട്ടി താൻ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഋഷി പിന്നെയും പലതും വാങ്ങിക്കൊണ്ടു വന്നു. മീയയ്ക്ക് ഇഷ്ടപ്പെട്ട മഞ്ചാടിക്കുരുക്കൾ നിറഞ്ഞ ചെപ്പ്, മയിൽ പീലിക്കെട്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങളിലുള്ള കുപ്പിവളകൾ, അതെല്ലാം അഖിലയ്ക്കും ഇഷ്ടമായിരുന്നു. എന്നാൽ മിയക്ക് വാങ്ങി അതിലൊന്നുപോലും ഋഷി അവൾക്ക് നീട്ടുകയുണ്ടായില്ല. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ അഖിലയുടെ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അവനാകെ മാറിയിട്ടുണ്ടാവും. ഒരാഴ്ച അവൾ അവഗണിച്ചതോർത്ത് നീറി നീറി മാപ്പ് പറയും. അവളുടെ കാലടികളിൽ തെരുതെരെ ചുംബിച്ച് അവളെ ഉന്മത്തയാക്കും. നീയില്ലാതെ ഞാനും, ഞാനില്ലാതെ നീയുമില്ല, മറക്കാൻ നിനക്കോ എനിക്കോ കഴിയുകയുമില്ല, അവൻ ആവർത്തിച്ച് പറഞ്ഞു. നീയാ എന്നെ മനസ്സിലാക്കിയവൾ, അവൻ അവളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്കറിയോ, ഞാനൊരു പുരുഷനാണ്. ഒരു സ്ത്രീയെ അറിയാനുള്ള ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ ഒരിക്കലും അവൾ അത് അംഗീകരിക്കില്ല. പൊട്ടിച്ച് നോക്കുന്നതോടെ സമ്മാനപ്പൊതികളുടെ കൗതുകം നഷ്ടപ്പെടുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ ലൈംഗികത ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ റിലേഷൻ 5 വർഷം നീളില്ലായിരുന്നു എന്നാണ് കണ്ടുപിടുത്തം. അവൾ നല്ല പെൺകുട്ടിയാണ്. പക്ഷേ നീ എന്നെ അംഗീകരിച്ചു. എനിക്കത് മറക്കാനാവില്ല. അപ്പം ഞാൻ ചീത്തയല്ലേ എന്ന ചോദ്യം അവൾക്കുള്ളിൽ വലിഞ്ഞു മുറുകി. ചോദിച്ചില്ല. സ്വയം നഷ്ടപ്പെടുത്തിയവൾ ആരെ കുറ്റപ്പെടുത്തും? ത്രേസ്യാമ്മയുടെ കൂർത്ത നോട്ടം നേരിടാൻ ഇതിനകം ഋഷി പഠിച്ചു കഴിഞ്ഞു. ഞായറാഴ്ചയല്ലാത്ത ചില ദിവസങ്ങളിൽ അവൻ്റെ ഒപ്പം മീയും അവിടെ വീട്ടിലെത്തി. ത്രേസ്യാമ്മ വറുത്തെടുക്കുന്ന ബീഫും മാങ്ങയിട്ട് വെക്കുന്ന ചെമ്മീൻ കറിയും ഇഷ്ടപ്പെടുന്ന മീയെ അവർ സഹതാപത്തോടെ നോക്കി. അതൊരു പാവം കൊച്ച്. അവർ അഖിലയെ കാണുമ്പോഴൊക്കെ ശപിച്ചു. PG പൂർത്തിയായി കഴിയും വരെ അവരൊന്നിച്ചായിരുന്നു. ഋഷിക്ക് ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലിയും ശരിയായി. മിയ ആഗ്രഹിച്ചെല്ലാം അവൾ നേടിയെന്ന് അഭിനന്ദിച്ചവർക്ക് നടുവിൽ അഖില ഒറ്റപ്പെട്ട് നിന്നു.
ഇനി കുടുംബജീവിതം. മിയയെ ഋഷിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരു വീട്ടുകാർ അവരുടെ ബന്ധം അംഗീകരിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞും ഋഷി തേടിയെത്തുമെന്ന് അഖില കരുതിയിരുന്നില്ല. പക്ഷെ അവൻ വന്നു. പഴയതുപോലെ അവളുടെ കാലടികളിൽ ചുംബിച്ചു. ആദ്യത്തെ പെണ്ണിനെ ആർക്കും മറക്കാനാവില്ല, ഋഷി പറഞ്ഞു. ഇനി അവനിടെ വന്ന എനിക്കിത് കുഞ്ഞിൻ്റെ അച്ഛനെ അറിയിക്കേണ്ടി വരും. അന്ന് അഖില ത്രേസ്യാമ്മയുടെ അന്ത്യശാസനം കേട്ടു. ഇല്ല, വരില്ല, അവൾ പറഞ്ഞു. അവൾ പടികൾ കയറിപ്പോകുന്ന ആശങ്കയോടെ അവർ നോക്കി നിന്നു. അത്രയ്ക്ക് കടുപ്പിച്ച് പറയേണ്ടതില്ലായിരുന്നുവെന്ന് അവർക്ക് തോന്നി. പിറ്റേന്ന് എയർപോർട്ടിലേക്ക് അവൾ വിളിച്ചപ്പോൾ അത്ഭുതത്തോടെയാണ് മിയയും ഋഷിയും ചെന്നത്. അവൾ കാത്തു നിൽക്കുകയായിരുന്നു. ഋഷിയിൽ പഴയ അതേ ഭാവം തന്നെ അവൾ കണ്ടു. അവഗണന. അവൻ മിയയുടേത് മാത്രമായിരുന്നു എന്നും. ഹയർ സ്റ്റഡി ഇനി അവിടെ, അമേരിക്കയിൽ. ചിരിച്ചുകൊണ്ട് അഖില യാത്ര പറഞ്ഞു. ഒരു സർപ്രൈസ് അറിയിക്കാതിരുന്ന് അതുകൊണ്ട് മാത്രമാണ്. മിയ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അഖിലേ, നിനക്കിനി എൻ്റെ മറ ആവശ്യമില്ലല്ലോ. അഖില അവളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചു. ഋഷി കാഴ്ചക്കാരനായിരുന്നു. ഇനി ചിലപ്പോൾ തിരിച്ചു വരവുണ്ടാവില്ല. അവിടെ തന്നെ സായിപ്പിനെയും കെട്ടി കഴിയാനും മതി. അവൾ ചിരിച്ചു. അവൾ ബാഗുകളുന്തി കാഴ്ചക്കപ്പുറം മറഞ്ഞപ്പോൾ ഋഷി കരിന്തിരി കത്തുകയായിരുന്നു. മിയെ കാണാത്ത കണ്ണുനീർ അയാളുടെ കണ്ണുകളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അയാളുടെ മൊബൈലൊരു സന്ദേശം വന്ന് വീണു. നീ എന്നെയോ ഞാൻ നിന്നെയോ മറക്കില്ല, മറക്കാൻ നമുക്ക് കഴിയില്ല, അതുകൊണ്ട് പോകുന്നു.